മാത്രം എന്തുകൊണ്ട് സർക്കാർ ഇറക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.സി. മാത്യു കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ ടി.സി. മാത്യു, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള സാമ്പത്തിക സ്ഥിതി പൊതുവെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വിലയിരുത്തുകയുണ്ടായി. വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളും അതിന് നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. നമുക്കറിയാവുന്ന കുറേ കാരണങ്ങളുണ്ട് താനും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു സമ്മർദ്ദം ധനമന്ത്രിക്ക് മേലുണ്ട്. അത് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദം ധനവകുപ്പിന് മേൽ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ അഭിമുഖീകരിക്കാതെ ധനമന്ത്രിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഈ രണ്ടിനുമിടയിൽ അദ്ദേഹം എന്തു മാജിക്കായിരിക്കും കാത്തുവച്ചിട്ടുണ്ടാവുക? ശ്രീ കെ എൻ ബാലഗോപാൽ ഒരു വലിയ മാജിക്കുകാരനാണോ എന്നുള്ളത് നമ്മൾ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അറിയും. മാജിക്ക് നടത്തിയാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ നില വളരെ പരിതാപകരമാണ്. അത് പരിതാപകരമാക്കിയതിന് ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളെയും കുറ്റപ്പെടുത്താം, കേന്ദ്രത്തെയും കുറേ കുറ്റപ്പെടുത്താം. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കുറേ പ്രശ്നങ്ങളില്ലേ. നമുക്കറിയാം, നമ്മൾ വ്യവസായങ്ങളുടെ ഒരു ശവപ്പുറമ്പായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റിയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലക്ട്രോണിക്സിലാണ് നമ്മുടെ ഭാവി എന്ന് കണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു 70കളിലും 80കളിലും ഒക്കെ. അതിന് വലിയ ഭാവിയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. പിന്നീട് പറയുന്നതാണ് ടൂറിസമാണ് നമ്മുടെ വലിയ ശക്തി. നമ്മുടെ ഈ നാട് മുഴുവൻ വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം. പക്ഷെ ടൂറിസം എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ടൂറിസത്തിന്റെ സമീപകാല വളർച്ച എന്ന് പറയുന്നത് താഴോട്ടാണ്. എന്തുകൊണ്ട് താഴോട്ട് പോകുന്നു? നിങ്ങൾ ഇടുക്കിയിലെത്തിയാൽ കാട്ടാന വന്ന് ആക്രമിക്കുന്നു, കാട്ടുപോത്ത് വന്ന് ആക്രമിക്കുന്നു. വയനാട്ടിലെത്തിയാൽ കടുവ വന്ന് ആക്രമിക്കുന്നു, കാട്ടാന വന്ന് ആക്രമിക്കുന്നു. തീരദേശത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ. നിങ്ങളൊരു സംസ്ഥാനത്തെ ഇത്രയും മോശമായിട്ട് തയ്യാറാക്കി നിർത്തിയിട്ട് ടൂറിസ്റ്റുകളോട് വരാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ വേറൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ മന്ത്രി ബാലഗോപാൽ വളരെ വാചാലനായിട്ട് പറഞ്ഞു, നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നു, അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തണം, അതിന് തക്ക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തണം, പുറത്തുപോയി ജോലി ചെയ്യുന്ന നമ്മുടെ യുവാക്കളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. ആ യുവാക്കൾക്ക് വരാൻ പറ്റിയ, ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനം തുടരാൻ പറ്റിയ അന്തരീക്ഷമാണോ ഈ സംസ്ഥാനത്ത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? നിങ്ങളൊരു ബജറ്റ് പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങളുടെ വിദ്യാലയങ്ങൾ കലാപശാലകളായിട്ട് മാറിക്കഴിയുമ്പോഴോ അവിടേക്ക് എത്ര പേര് പഠനം തുടരാൻ വേണ്ടി പോകും? കോളേജുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കുമ്പോഴോ? അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ ശ്രീ ടി.സി. മാത്യു? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ചില പുഴുക്കുത്തുകളൊക്കെ സ്വാഭാവികമായും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ പൊതുവായി അങ്ങനെ ഒരു സാമാന്യവൽക്കരണം വേണോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും വേണമല്ലോ. കാരണം നിങ്ങളുടെയോ എന്റെയോ മകൻ അല്ലെങ്കിൽ മകൾ കോളേജിൽ പോയാൽ സുരക്ഷിതമായിട്ട് തിരിച്ചു വരുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ആരും ഇവിടെ അവർ പഠനം തുടരണമെന്ന് നിർബന്ധിക്കില്ല. തന്നെയുമല്ല, നമ്മുടെ സെമസ്റ്റർ സംവിധാനങ്ങൾ അടക്കം പലതും എത്തി നിൽക്കുന്നത് എവിടെയാണ്? വിദ്യാർത്ഥികൾക്കൊരു കോഴ്സ് പൂർത്തിയാക്കാൻ എത്ര കാലം വേണ്ടി വരുന്നു? അപ്പം അത് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇതാകുള്ളൂ. ഇവിടെ ടൂറിസം വളരാം, വിദ്യാഭ്യാസം വളരാം, യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താം. പക്ഷെ അതിനുള്ള അന്തരീക്ഷം വേണം. യുവാക്കൾക്ക് തൊഴിലും വേണം. ഈ തൊഴിൽ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ സ്റ്റാർട്ടപ്പുകളെ പറ്റി വാചാലരാകുന്നുണ്ടോ? ഒക്കെ ശരിയാണ്. നമ്മുടെ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ വഴി എത്രമാത്രം തൊഴിലുണ്ടായി? ഇക്കഴിഞ്ഞ 2 വർഷമായിട്ട് പുറത്തിറങ്ങുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകൾക്ക് എത്ര പേർക്ക് ജോലി കിട്ടി? ഈ വർഷം നമ്മുടെ എത്ര കോളേജുകളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഫലപ്രദമായിട്ട് നടന്നു? ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു ബജറ്റിനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അന്തരീക്ഷം മോശമാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഗവൺമെന്റിന് നല്ലപോലെ പണം കിട്ടും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമേ ഇല്ല. ആദ്യം നമുക്ക് വേണ്ടത്, നമുക്കിവിടെ വിഭവ സമാഹരണത്തിനുള്ള വഴികൾ ഉണ്ടാക്കുകയാണ്. വിഭവ സമാഹരണത്തിന് വിഭവം ഉണ്ടാകണം ആദ്യം. ആ വിഭവം ഉണ്ടായാൽ അതിൽ നിന്നൊരു പങ്കമാണ് സർക്കാരിന് എടുക്കാൻ പറ്റുക. നമ്മുടെ കാർഷിക മേഖല താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-30 വർഷത്തേക്ക് നിരന്തരം വളർന്നുകൊണ്ടിരുന്ന റബ്ബർ കൃഷി മേഖല അതിപ്പോൾ അങ്ങ് താഴോട്ട് പോയിട്ട് എവിടെ എത്തി നിൽക്കുന്നു?
എത്രമാത്രം തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുന്നു. ഒരു തോട്ടം വെട്ടാതെ കിടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? തൊഴിലാളിക്ക് വരുമാനമില്ല, കർഷകന് വരുമാനമില്ല. ഈ റബ്ബർ ഷീറ്റാക്കി എടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അത് ഉപയോഗിക്കേണ്ട വ്യവസായങ്ങൾക്ക് ഉൽപ്പന്നം കിട്ടുന്നില്ല. അത് വല്ല സംസ്ഥാനത്തു നിന്നും വരുത്തേണ്ടി വരുന്നു. അതൊരു പ്രത്യേക വിഷയമാണ് ശ്രീ ടി സി മാത്യു. കാർഷിക മേഖലയിലെ എന്ത് പാക്കേജ്, അതൊരു പ്രത്യേക വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സി ചാക്കുണ്ണി, ശ്രീ ടി സി മാത്യു ചൂണ്ടിക്കാണിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. സംസ്ഥാനത്തിന്റെ മനുഷ്യ വിഭവശേഷി എങ്ങനെ പ്രയോജനപ്പെടുത്താമുള്ളത്? നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ